ഇറാൻ ഇസ്രയേൽ അമേരിക്ക സംഘർഷത്തിന്റെ മൂല കാരണമായിട്ട് ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുന്നത് ഇറാൻ അതിമാരക ശേഷിയുള്ള ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു. ആ ആണവായുധങ്ങളുടെ നാശം കാണാതെ ഇറാന് മേലുള്ള സൈനിക നടപടി അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഇസ്രയേലും അമേരിക്കയും നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആശങ്ക ഉയരുകയാണ്. വാസ്തവത്തിൽ ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ടോ? ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ വലിയ രീതിയിലുള്ള ആഘാതം ഏൽപ്പിക്കുമ്പോൾ അവർ പരമാവധി പിടിച്ചു നിൽക്കാനും തിരിച്ചടിക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നൊരാശങ്കയാണ് ലോകത്ത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്ക എന്നതിനപ്പുറം ആ ആശങ്കകളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. വാസ്തവത്തിൽ ഇറാനിൽ ആണവായുധം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ അത് അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ് കൂട്ടത്തിൽ ഏറ്റവും രസകരമായ സംഗതി. കാരണം ഇറാനിൽ ആണവായുധ പദ്ധതികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികാസ ഗവേഷണ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം അന്ന് കാലത്ത് 1950കളിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുധ കാലത്ത് അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതിന് ശേഷം പിന്നീട് അമേരിക്ക സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് എന്ന മേലങ്കി സ്വയം എടുത്തണിഞ്ഞ് ആണവ ഊർജം എന്ന് പറയുന്നത് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആകണം എന്ന നിലപാടെടുത്ത് വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഐസൻഹോവർ 1953 ഐക്യരാഷ്ട്ര സഭയിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്. അതിൽ ആറ്റം ഫോർ പീസ് എന്നാണ് അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം. ഇനി തൊട്ട് ആണവ ഊർജം സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് പ്രകാരം ആണവ ഊർജം വൈദ്യുതി ഉൽപാദനത്തിനടക്കമുള്ള സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഹ്വാന പ്രകാരം അല്ലെങ്കിൽ ഒരു പദ്ധതി പ്രകാരമാണ് ഇറാനിൽ അന്ന് ആ കാലത്ത് 1950കളിൽ ഇറാനും അമേരിക്കയുമായിട്ട് അടുത്ത സൗഹൃദമുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം അക്കാലത്ത് ഇറാനിൽ ഉണ്ടായിരുന്നത് ഷാ രാജഭരണകൂടം ആണ്. പഹ്ലാവിയുടെ നേതൃത്വത്തിലുള്ള രാജഭരണമാണ് നടന്നിരുന്നത്. അക്കാലത്ത് ഇറാനിലുള്ള പ്രകൃതി വിഭവങ്ങൾ, എണ്ണ സമ്പത്തുകളൊക്കെ യഥേഷ്ടം ചൂഷണം ചെയ്യാൻ അമേരിക്കയ്ക്ക് അവസരവും ഉണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയും ഇറാനും കൈകോർത്ത് നിന്നിരുന്ന സമയത്ത് 1950കളുടെ അവസാനം, കൃത്യമായി പറഞ്ഞാൽ 1957ലാണ് ഇറാനിലേക്ക് ആദ്യ ആറ്റോമിക് റിയാക്ടർ, വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യ ആറ്റോമിക് റിയാക്ടർ അമേരിക്ക നൽകുന്നത്. 1967 5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആറ്റോമിക് റിയാക്ടർ ഇറാനിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രപരമായ വസ്തുത. അപ്പോൾ ഈ പല ലോകരാജ്യങ്ങളും പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ ആണവായുധ ശക്തിയായി വന്നതിന്റെ തുടക്കകാലവും ഇങ്ങനെ തന്നെയാണ്. വൈദ്യുതി നിർമ്മാണ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണവ പദ്ധതികൾ ആരംഭിച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. പിന്നീട് വൻശക്തി രാജ്യങ്ങളെ, അമേരിക്ക, റഷ്യ പോലെയുള്ള വൻശക്തി രാജ്യങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾ ആണവ ശക്തിയിലേക്ക് ആണവായുധങ്ങൾ സ്വയം വികസിപ്പിച്ചെടുത്തത്. പക്ഷേ ഇന്ത്യക്കും പാകിസ്ഥാനും ആദ്യഘട്ടങ്ങളിലൊക്കെ ഉപരോധ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊക്കെ പിൻവലിക്കപ്പെട്ടു. ഇതേ പാതയിൽ തന്നെയാണ് ഇറാനും അവരുടെ വൈദ്യുതി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആറ്റോമിക് എനർജി ഉപയോഗിച്ചതിന് ശേഷം രഹസ്യമായി അവർ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കമിടുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ത്യക്കും പാകിസ്ഥാനും കിട്ടിയ ഒരു ആനുകൂല്യം ഇറാന് അനുവദിച്ചു കൊടുത്തില്ല. അവരുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കപ്പെട്ടു. അതിന് കൃത്യമായ കാരണമുണ്ട്. അതിന്റെ കാരണം ഇസ്രയേലാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ അറേബ്യൻ മുസ്ലിം രാഷ്ട്രങ്ങളോട് പോരടിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രയേലിന് അവരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. കാരണം കൃത്യം പറഞ്ഞാൽ 22,145 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറു രാജ്യമാണ് ഇസ്രയേൽ. അപ്പോൾ അവർക്ക് നേരെ ഉണ്ടാകുന്ന ചെറിയ രീതിയിൽ പോലുമുള്ള ഒരു ആണവ ആക്രമണം ആ രാജ്യം ചാരമായി പോകാൻ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്ക, പ്രത്യേകിച്ചും ഇറാൻ എന്ന് പറയുന്ന അവരുടെ ശത്രു രാജ്യം കൂടിയാണ്, പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന അല്ലെങ്കിൽ പലസ്തീനിൽ അവർ ഇസ്രയേലിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിനെ ചെറുത്തു തോൽപ്പിച്ച് അതിനുവേണ്ടി നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിനു വേണ്ടിയിട്ട് അവരുടെ പ്രോക്സി സംഘടനകളായ ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള
തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ ഇറാൻ ആയുധം കൊണ്ടും സമ്പത്ത് കൊണ്ടും വലിയ പിന്തുണ നൽകുന്നുമുണ്ട്. അപ്പൊ ഇതെല്ലാം ഇസ്രയേലിന് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായാൽ അത് ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്കും ആ ആണവായുധങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ഇറാന് നേരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടെടുക്കലും ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയും ഇത്തരത്തിൽ നിലപാടെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇറാൻ ആണവായുധങ്ങൾ രഹസ്യമായി നിർമ്മിച്ചിരുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം അത് വാസ്തവമാണ്. 1970കളിൽ ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട ഒരു രാഷ്ട്രം കൂടിയാണ്. അതുപ്രകാരം ആണവ പദ്ധതികൾ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നടപ്പിലാക്കും എന്ന് വാഗ്ദാനം ചെയ്ത രാഷ്ട്രം കൂടിയാണ് ഇറാൻ. എന്നിട്ട് കൂടിയാണ് അവർ രഹസ്യമായിട്ട് ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയത്. 1979 ഇറാനിൽ ഒരു ഭരണമാറ്റമുണ്ടായി. ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷിയ മതവിഭാഗം നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടം അവിടെ വന്നതോടുകൂടിയാണ് ഇറാന്റെ ആണവ പദ്ധതികളിൽ കർശന നിലപാട് അമേരിക്കയും ഇസ്രയേലും എടുത്തു തുടങ്ങിയത്. കാരണം അതോടുകൂടി അമേരിക്കൻ അനുകൂല നിലപാടുണ്ടായിരുന്ന ഇറാനിലെ ഭരണകൂടം മാറി അമേരിക്കൻ വിരുദ്ധ നിലപാടുകളുള്ള ഒരു ഭരണകൂടം അവിടെ വരികയും അവർക്ക് ഭീകരവാദ സംഘടനകളുമായിട്ട് വലിയ ബന്ധമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നെ അമേരിക്കയ്ക്ക് യഥേഷ്ടം ഇറാനിൽ നിന്ന് ഇന്ധനം ചൂഷണം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി വന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാന്റെ ആണവായുധ പദ്ധതികൾക്കെതിരെ കർശന നിലപാടെടുക്കാൻ അമേരിക്കയും ഇസ്രയേലും നിർബന്ധിതമായത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏതായാലും ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷിയ ഭരണകൂടം വരികയും പിന്നീട് അവിടെ 1984 അയത്തുള്ള അലി ഖമേനെയി അവിടെ അവരുടെ പരമോന്നത നേതാവായി മാറുകയും ചെയ്തതോടുകൂടി ഈ ഒരു ആണവ പദ്ധതികൾക്ക് പുതിയൊരു പരിണാമം സംഭവിക്കുകയാണ്. അദ്ദേഹം പരസ്യമായി തന്നെ ആണവ ആയുധങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തെ നിലനിർത്താനുള്ള ആയുധമായിട്ട് അല്ലെങ്കിൽ ഉപാധിയായിട്ട് ആണവ ആയുധത്തെ കരുതും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഇറാന്റെ ആണവായുധ പദ്ധതികളായ അമാദ് എന്ന് പറയുന്ന പദ്ധതിക്ക് മേൽനോട്ടം നൽകി അതിനുവേണ്ട നേതൃത്വം നൽകുകയും ചെയ്ത ഒരു ഭരണ നേതാവ് കൂടിയാണ് അയത്തുള്ള അലി ഖമനേയി എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ഏതായാലും ഈ ഇറാൻ ഇത്തരത്തിലുള്ള ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ കടുത്ത നിലപാടുകൾ വൻശക്തി രാജ്യങ്ങൾ എടുത്തു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പിന്നീട് കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസികളുടെ നിരീക്ഷണത്തിന് അവർ വിധേയരാകുകയും അവരുടെ പരിശോധനകൾക്ക് ഇറാൻ അനുമതി നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2015 ഒരു കരാറിലേക്ക് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന കരാറിലേക്ക് വൻശക്തി രാജ്യങ്ങളും അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് അടക്കമുള്ള വൻശക്തി രാജ്യങ്ങളും ഇറാനും ഒപ്പിടുകയും ചെയ്തു. പക്ഷെ ഈ കരാറിന്റെ ഒപ്പിട്ടപ്പോൾ തന്നെ ഈ അമാദ് എന്ന് പറയുന്ന ആണവായുധ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു. അതിന്റെ ബ്ലൂ പ്രിന്റ് അടക്കം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് അത് കടത്തിക്കൊണ്ടുവന്ന അത് ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി വാർത്താ സമ്മേളനം നടത്തി അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2018 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനെതിരെ അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം പിൻവലിക്കുകയും ചെയ്തത്. ഇനി ഇറാനിൽ ആണവായുധമുണ്ടോ എന്നുള്ളതാണ് പ്രബലമായ ചോദ്യം. ഈ വൈദ്യുത ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ 1960കളിൽ തന്നെ ഇറാൻ ഏതാണ്ട് 440 കിലോയോളം യുറേനിയം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വാങ്ങിയിരുന്നു. അത് ഏതാണ്ട് 60% അവർ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദഗ്ധരുടെ നിഗമനം അനുസരിച്ച് ഒരു ആണവായുധം നിർമ്മിക്കുന്നതിന് 90% വരെ ഒരു യുറേനിയം സമ്പുഷ്ടീകരിക്കേണ്ടതുണ്ട്. പക്ഷെ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ 90% വരെ എത്തിക്കാൻ വലിയ കാലതാമസമോ വലിയ പ്രവർത്തനമോ വേണ്ടി വരില്ല. അതുകൊണ്ട് ഇറാന് എപ്പോൾ വേണമെങ്കിലും ഈ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ആണവായുധം നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. ഇനി 20% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏകദേശം 270 കിലോയോളം ഇറാന്റെ കയ്യിലുണ്ട്. ഈ 20% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയവും ആണവായുധം ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. പക്ഷേ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെക്കാൾ അളവിൽ കൂടുതൽ വേണം എന്ന് മാത്രം. അപ്പൊ ഇത്തരത്തിൽ ഇറാന്റെ കയ്യിൽ ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തു അവരുടെ കയ്യിലുണ്ട്. ഇനി അവരുടെ രഹസ്യ ആണവ നിലയങ്ങളായ ഫോർദോ, നദാൻസ്, അറാഖ് അടക്കമുള്ള നിലയങ്ങളിൽ
ഇത്തരത്തിൽ ആണവ ഇന്ധനം ആണവായുധങ്ങൾക്ക് വേണ്ടി പരുവപ്പെടുത്തി എന്നുള്ള ആരോപണങ്ങൾ അമേരിക്കയും ഇസ്രയേലും ഉന്നയിച്ചതാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന ആക്രമണത്തിൽ ഈ ആണവ നിലയങ്ങൾ ആക്രമിച്ച് തകർത്തു. അങ്ങനെ ഇറാന്റെ കയ്യിലുള്ള ഈ സമ്പുഷ്ടീകരിക്കപ്പെട്ട ആണവായുധമായി മാറ്റാൻ സമ്പുഷ്ടീകരിക്കപ്പെട്ട ആണവ ഇന്ധനം അത് ഭൂമിക്കടിയിൽ അത് മൂടപ്പെട്ടു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നതെങ്കിലും ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല. കാരണം ഇറാൻ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു രംഗത്ത് വലിയ ഒരു ശക്തി തന്നെയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ആണവ പോർമുനകളാക്കി മാറ്റാൻ ഇറാന് സാധിച്ചിട്ടുണ്ടോ? അക്കാര്യത്തിൽ റഷ്യയും ചൈനയും ഇറാന് വേണ്ട അസംസ്കൃത വസ്തുക്കളോ പിന്തുണയോ ഈ നിർണായക ഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ദൃശ്യങ്ങളും ഒരു ഭയപ്പാടുണ്ടാക്കുന്നതാണ്. അവരുടെ ഭൂഗർഭ അറകളിലുള്ള ആയുധ ശേഖരം ഇറാൻ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ അത്തരത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു ആണവായുധം ഘടിപ്പിക്കാൻ ഇറാന് സാധിച്ചാൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം നിസ്സംശയമാണ്. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 10 ആണവ ബോംബുകൾ വരെ നിർമ്മിക്കാൻ പറ്റിയ സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട്. അത് ഒരു ആണവായുധമാക്കി അവർ പരിവർത്തനപ്പെടുത്തിയോ ഈ ബാലിസ്റ്റിക് മിസൈലുകളെ ആണവ പോർമുനകളാക്കി ഇറാൻ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും ആശങ്കയും അവ്യക്തതയും തുടരുകയാണ്. ഏതായാലും യുദ്ധം ഇപ്പോഴും ഒരു നിയന്ത്രണവുമില്ലാതെ തുടരുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇറാൻ കടുംകൈക്ക് തീരുമാനമെടുത്താൽ ഒരു പക്ഷേ മറ്റൊരു ലോക ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആണവ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ വഴുതി മാറുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ബലപ്പെടുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.